നെക്സ്റ്റാണ് സ്റ്റാക്ക് ലേഔട്ട് ഓഫ് സ്റ്റോറേജ്. അതായത് നമ്മൾ മെമ്മറി ലേഔട്ട്സ് ആണ് പഠിക്കുന്നത്. സബ് റൂട്ടീൻസിൻ്റെ മെമ്മറി ലേഔട്ടാണ് പഠിക്കുന്നത്. 2 ടൈപ്പ് ലേഔട്ടാണ് ഉള്ളത്. ഒന്ന് സ്റ്റാക്ക് ലേഔട്ടും ഒന്ന് കോൾ സീക്വൻസസും. ഓക്കെ, സ്റ്റാക്ക് ലേഔട്ട് ആൻഡ് കോൾ സീക്വൻസസ്. ഇതൊരു എസ്സേ ആണ്. സ്റ്റോറേജ് ലേഔട്ട് ഓഫ് സബ് റൂട്ടീൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സ്റ്റാക്ക് ലേഔട്ട് ആൻഡ് കോൾ സീക്വൻസസ്. ഓക്കെ, എന്താണ് സ്റ്റാക്ക് ലേഔട്ട്? അപ്പോൾ നിങ്ങളിത് ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഫെമിലിയറുമാണ്, നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്കറിയാം സാധാരണ കേസിൽ ഇതിപ്പം ഡെഫിനിഷൻസായിട്ട് പറഞ്ഞേക്കാണ്, ഞാനത് അല്ലാതെ പറയുവാണ്. ഇപ്പം നമുക്കറിയാം നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിൻ്റെ വേരിയബിൾസ് ആയാലും പാരാമീറ്റേഴ്സ് ആയാലും എല്ലാം നമ്മൾ എവിടെയാണ് വെക്കുന്നത്? അതിൻ്റെ സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാക്കിലാണ് വെക്കുന്നത് അല്ലേ? അപ്പോൾ വെൻ എവർ എ റൂട്ടീൻ ഈസ് കോൾഡ് എ ന്യൂ സ്റ്റാക്ക് ഫ്രെയിം ഈസ് ക്രിയേറ്റഡ് ഓൺ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഓക്കെ, ഇറ്റ്സ് ഓൾസോ കാൾഡ് എസ് ഈ ന്യൂ സ്റ്റാക്ക് ഫ്രെയിം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അതിന് പറയുന്ന പേരാണ് ആക്ടിവേഷൻ റെക്കോർഡ്. അതായത് നമ്മൾ ഓരോ സബ് റൂട്ടീനെ എപ്പോഴൊക്കെയാണോ നമ്മൾ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് സബ് റൂട്ടീൻസ് കാണും. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെയാണോ സബ് റൂട്ടീനെ കോൾ ചെയ്യുന്നത്, അപ്പോൾ എന്ത് ചെയ്യും? ഓരോ വട്ടവും സ്റ്റാക്കിലോട്ട് ഒരു പുതിയ സ്റ്റാക്ക് ഫ്രെയിം ക്രിയേറ്റഡ് ആവും. വെൻ എവർ എ റൂട്ടീൻ എ സബ് റൂട്ടീൻ ഈസ് കോൾഡ് എ ന്യൂ സ്റ്റാക്ക് ഫ്രെയിം ഈസ് ക്രിയേറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഈ ന്യൂ സ്റ്റാക്ക് ഫ്രെയിമിന് പറയുന്ന വേറെ പേരാണെന്ത്? ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാക്ക് ഫ്രെയിം അല്ലെങ്കിൽ ഈ ആക്ടിവേഷൻ റെക്കോർഡിൽ എന്തൊക്കെയായിരിക്കും ഉള്ളത്? ആർഗ്യുമെൻറ്റ്സ്, റിട്ടേൺ വാല്യൂസ്, ബുക്ക് കീപ്പിംഗ് ഇൻഫോർമേഷൻ, ലോക്കൽ വേരിയബിൾസ്, ടെമ്പററീസ്. എന്താ ആർഗ്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് അത് കാണും. അതുപോലെ തന്നെ റിട്ടേൺ വാല്യൂസ്, അതായത് ഒരു സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അത് തിരിച്ചു പോകണ്ടേ, അതിനെ കോളറിൻ്റെ അടുത്തോട്ട് തിരിച്ചു പോകണ്ടേ, ആ റിട്ടേൺ വാല്യൂസ് കാണും. ബുക്ക് കീപ്പിംഗ് ഇൻഫോർമേഷൻ മീൻസ് വാട്ട്? റിട്ടേൺ അഡ്രസ് ആൻഡ് സേവ്ഡ് രജിസ്റ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു മെയിനിൽ നിന്നുകൊണ്ടാണ് ഞാൻ സമ്മെന്ന് പറഞ്ഞൊരു ഒരു ഫംഗ്ഷൻ വിളിക്കുന്നതെങ്കിൽ ഈ മെയിനിൽ നിന്നപ്പോഴാണ് സബ് റൂട്ടീൻ്റെ കോൾ വന്നത്. അപ്പോൾ ഉടനെ എന്ത് ചെയ്യും? ആ മെയിൻ ഫംഗ്ഷനെ അത് സസ്പെൻഡ് ചെയ്യും. അപ്പോൾ എന്നിട്ടാണ് ഈ സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് നമുക്ക് മെയിനിൽ പോകണ്ടേ. അപ്പോൾ ആ മെയിനിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ വാല്യൂസും ഒക്കെ കാണാം. അപ്പോൾ അങ്ങനെ അതൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയുള്ള രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സുകൾ, അതൊക്കെയാണ് ഈ ബുക്ക് കീപ്പിംഗ് ഇൻഫോർമേഷൻസിൽ വരുന്നത്. അതുപോലെ തന്നെ ലോക്കൽ വേരിയബിൾസ് ഉണ്ടാവും, ടെമ്പററി വാല്യൂസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനിടയിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നതാണ് ഇവിടെ ആക്ടിവേഷൻ റെക്കോർഡിൽ. ഓക്കെ, എപ്പോഴാണോ ഇനി ഒരു സബ് റൂട്ടീൻ അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്, അന്നേരം എന്ത് ചെയ്യും? ഈ സ്റ്റാക്ക് ഫ്രെയിം ആ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ വെൻ എവർ എ സബ് റൂട്ടീൻ ഈസ് കോൾഡ്, ഒരു സ്റ്റാക്കിൽ ഒരു പുതിയ സ്റ്റാക്ക് ഫ്രെയിം അലോക്കേറ്റഡ് ആവും. അപ്പോൾ അതിന് പറഞ്ഞ് അപ്പോൾ അതിനോടൊപ്പം തന്നെ എന്താ മീൻസ് ഒരു ആക്ടിവേഷൻ റെക്കോർഡ്. അപ്പോൾ ഏതാണോ നിലവിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഏത് സബ് റൂട്ടീനാണോ അതിനൊരു ആക്ടിവേഷൻ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ആവും. അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും? ഒരു ആക്ടിവേഷൻ റെക്കോർഡിൽ ആർഗ്യുമെൻറ്റ്സ്, അതിന് എന്തിനൊക്കെ വേണ്ടിയുള്ള സ്പേസ് കാണും? ആർഗ്യുമെൻറ്റ്സ്, ടെമ്പററി വാല്യൂസ്, ബുക്ക് കീപ്പിംഗ് ഇൻഫോർമേഷൻ, അങ്ങനെയുള്ള എല്ലാം സ്പേസും അവിടെ കാണും. ഇനി എപ്പോഴാണോ ഒരു സബ് റൂട്ടീൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്, അന്നേരം എന്ത് ചെയ്യും? ഈ സ്റ്റാക്ക് ഫ്രെയിമിനെ ആ സ്റ്റാക്കിൽ നിന്നങ്ങ് പോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ കണ്ടറിയാം, നമ്മളിത് അന്ന് ഫസ്റ്റ് മോഡിൽ പഠിച്ചൊരു പടം തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എ എന്ന് പറയുന്ന ഒരു മെയിൻ പ്രോഗ്രാം. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് ആ എയിൽ നിന്നുകൊണ്ട് ബി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറിനെ കോൾ ചെയ്തു. ബിയിൽ നിന്ന് ഒന്നീ ബി അല്ലെങ്കിൽ സി എന്നുള്ള രീതിയിലൊരു പ്രൊസീജിയർ കോൾ ചെയ്തിട്ടുണ്ട്. ദെൻ പ്രൊസീജിയർ നിന്ന് ഡി അല്ലെങ്കിൽ ഇ എന്നും പറഞ്ഞിട്ട് കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ആദ്യം എന്താ എവിടെ ആയിരിക്കും വരുന്നത്? സബ് റൂട്ടീനെ കോൾഡ് ഫ്രം മെയിൻ പ്രോഗ്രാം. എയിൽ നിന്നുകൊണ്ട് മെയിൻ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതാണ് മെയിൻ പ്രോഗ്രാം നമ്മൾ എ എന്ന് പറയുന്ന സബ് റൂട്ടീനെ കോൾ ചെയ്തു. അപ്പോൾ കണ്ടോ, ആദ്യം സ്റ്റാക്കിലോട്ട് എ എടുത്ത് വെച്ചു, അവിടുന്ന് എ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത് എന്ത് ചെയ്തു? അവിടെ നിന്ന് എയിൽ നിന്നുകൊണ്ട് എവിടെ വിളിച്ചത്? ബിയിലോട്ട്. അപ്പോൾ ബി എടുത്ത് അടുത്ത സ്റ്റാക്കിലോട്ട് വെച്ചു. അവിടെ ഇന്ന് ബിയിൽ നിന്ന് ഒന്നീ സി, ഇഫ് ബി അല്ലെങ്കിൽ സി, അപ്പോൾ ബി എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് സി, അത് കഴിഞ്ഞിട്ട് ഡി. കണ്ടോ, ഇനി നിങ്ങൾക്കറിയാം ഇവിടെ 2 പോയിൻറ്റേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് പോയിൻറ്ററും ഒന്ന് ഫ്രെയിം പോയിൻറ്ററും. എന്താ സ്റ്റാക്ക് പോയിൻറ്റർ? സ്റ്റാക്ക് പോയിൻറ്റർ ഓൾവേസ് പോയിൻറ്റ്സ് ടു ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. സ്റ്റാക്കിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിലായിരിക്കും എപ്പോഴും സ്റ്റാക്ക് പോയിൻറ്റർ പോയിൻ്റ് ചെയ്യുന്നത്. ഫ്രെയിം പോയിൻറ്റർ എപ്പോഴും എവിടെ പോയെന്ന് വെച്ചാൽ കറൻ്റ്ലി ഏത് സബ് റൂട്ടീനാണോ ആക്റ്റീവ് അവിടെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ സി ആണ് ആക്റ്റീവ് എങ്കിൽ അവിടെ ആയിരിക്കും ഫ്രെയിം പോയിൻറ്റർ ഇരിക്കുന്നത്. ഇവിടെ ഡി ആണ് ആക്റ്റീവ് എങ്കിൽ ഡി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ സി ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഇപ്പോൾ ഏകദേശം സി ആണ് ഇവിടെ ആക്റ്റീവ് എന്ന് വെച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കണ്ടോ, ഈ സിയുടെ ഒരു ആക്ടിവേഷൻ റെക്കോർഡ് ഇവിടെ ക്രിയേറ്റ്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കേ.
നമ്മൾ മുമ്പേ പറഞ്ഞ ആർഗ്യുമെൻറ്റ്സ് കാണും, ടെമ്പററീസ് കാണും, ലോക്കൽ വേരിയബിൾസ് കാണും, ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻ കാണും, റിട്ടേൺ അഡ്രസ്സ് കാണും. അപ്പം ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ പ്രോഗ്രാം നോക്കുക. പ്രോഗ്രാമിൽ ഏതൊക്കെ മെയിൻ പ്രോഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഏതൊക്കെ സബ് റൂട്ടീൻസ് ആണോ അതിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് എടുത്തു വെക്കുന്നു. അതിലേതാണോ ഇപ്പോൾ കറണ്ടായിട്ട് ആക്റ്റീവ് ഉള്ള സബ് റൂട്ടീൻ അതിനൊരു ആക്ടിവേഷൻ റെക്കോർഡ് ക്രിയേറ്റ് ആവും. അതാണ് ഈ റൈറ്റ് സൈഡിലായിട്ട് കാണിച്ചേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ 2 പോയിൻറ്റേഴ്സ് ഉണ്ട്, സ്റ്റാക്ക് പോയിൻറ്ററും ഫ്രെയിം പോയിൻറ്ററും. സ്റ്റാക്ക് പോയിൻറ്റർ ഓൾവേസ് പോയിൻറ്റ്സ് ടു ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ആൻഡ് ഫ്രെയിം പോയിൻറ്റർ കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള സബ് റൂട്ടീൻ്റെ അഡ്രസ്സ് ആയിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ എനിക്കിപ്പോൾ സി എന്ന് പറയുന്ന സബ് റൂട്ടീൻ അതിൻ്റെ ലോക്കൽ വേരിയബിൾസ് എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ഈ ആക്ടിവേഷൻ റെക്കോർഡിലോട്ട് നോക്കിയാൽ മതി. അവിടെ അതിൻ്റെ ലോക്കൽ വേരിയബിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ സിക്കകത്തിരിക്കുന്ന ഒരു ലോക്കൽ വേരിയബിളിനെ ആക്സസ് ചെയ്യണം. അപ്പോൾ എന്ത് നോക്കിയാൽ മതി? ഇതാണ്ട് ലോക്കൽ വേരിയബിൾസ് ഇതാ കിടക്കുന്നു, ഇങ്ങോട്ട് പോയിന്റ് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് കിട്ടിയാൽ മതി. നേരെ മറിച്ച് എനിക്ക് ഡി എന്ന് പറയുന്ന സബ് റൂട്ടീന് ഈ എ എന്ന് പറയുന്ന സബ് റൂട്ടീന് ഇരിക്കുന്ന ഒരു വേരിയബിളിനെ വേണം. അത് ലോക്കലാണോ? അല്ല, നോൺ ലോക്കലാണ്. അങ്ങനെ നോൺ ലോക്കലായിട്ടുള്ള വേരിയബിൾസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ 2 മെത്തേഡ്സ് യൂസ് ചെയ്യും. എന്തൊക്കെയാണ്? സ്റ്റാറ്റിക് ലിങ്കും ഡൈനാമിക് ലിങ്കും. ഇതും നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പോൾ ലോക്കൽ വേരിയബിൾസിനെ നമുക്ക് ഡയറക്റ്റ്ലി ആക്ടിവേഷൻ റെക്കോർഡ് വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നോൺ ലോക്കൽ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സ്റ്റാറ്റിക് ലിങ്ക് ആൻഡ് ഡൈനാമിക് ലിങ്ക്. സ്റ്റാറ്റിക് ലിങ്ക് ആൻഡ് ഡൈനാമിക് ലിങ്ക്. ഇനി സ്റ്റാറ്റിക് ലിങ്ക് വേണോ ഡൈനാമിക് ലിങ്ക് വേണോ എന്നുള്ളത് ചൂസ് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്കോപ്പ് ഓഫ് ദ ലാംഗ്വേജ്. ഇപ്പം സ്റ്റാറ്റിക്കലി സ്കോപ്ഡ് ലാംഗ്വേജ് ആണെങ്കിൽ സ്റ്റാറ്റിക് ലിങ്ക് യൂസ് ചെയ്യും, ഡൈനാമിക്കലി സ്കോപ്ഡ് ലാംഗ്വേജ് ആണെങ്കിൽ ഡൈനാമിക് ലിങ്ക് യൂസ് ചെയ്യും. ഇനി എന്താണ് സ്റ്റാറ്റിക് ലിങ്ക് ഡൈനാമിക് ലിങ്ക്? നിങ്ങൾക്ക് അറിയാം, നിങ്ങളത് പഠിച്ചതാണ്. സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും എങ്ങോട്ടായിരിക്കും ലിങ്ക് പോകുന്നത്? ഇപ്പോൾ ഒരു സബ് റൂട്ടീൻ്റെ സ്റ്റാറ്റിക് ലിങ്ക് എങ്ങോട്ടായിരിക്കും പോകുന്നത്? അതിൻ്റെ തൊട്ടടുത്ത പേരൻറ്റിലോട്ടായിരിക്കും പോകുന്നത്. ഡൈനാമിക് ലിങ്ക് എങ്ങോട്ടായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്? ആരാണോ ആ സബ് റൂട്ടീനെ കോൾ ചെയ്തത് അങ്ങോട്ടായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. അത് ഓർത്തിരുന്നോണം. സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ജസ്റ്റ് പേരൻറ്റിലോട്ടായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ഡൈനാമിക് ലിങ്ക് എന്ന് പറയുമ്പോൾ ആ സബ് റൂട്ടീനെ ആരാണോ കോൾ ചെയ്യുന്നത് അങ്ങോട്ടായിരിക്കും പോകുന്നത്. നിങ്ങൾ നോക്കി അറിയാം, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡൈനാമിക് ലിങ്ക് അലോ വൺ ടു വാക്ക് ബാക്ക് ദ ഫ്രെയിം പോയിൻറ്റർ ലീനിയർലി ഡൗൺ ദ കോൾ സ്റ്റാക്ക്. അതായത് ഡൗൺ ചെയ്തത് എവിടെയാണോ അതിനെ കോൾ ചെയ്തത് അങ്ങോട്ടായിരിക്കും പോകുന്നത്. സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറയുമ്പോൾ ലെക്സിക്കൽ വ്യൂ പോയിന്റ്, ദാറ്റ് മീൻസ് അതിൻ്റെ പേരൻറ്റ്, ഏറ്റവും അടുത്തുള്ള പേരൻറ്റ് ഏതാണോ അങ്ങോട്ടായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളീ പറഞ്ഞ കാര്യം തന്നെയാണ്. സ്റ്റാറ്റിക് ലിങ്ക് ആണ് എങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള സറൗണ്ടിങ്ങിലുള്ള അതിൻ്റെ പേരൻറ്റിലോട്ടായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഡൈനാമിക് ലിങ്ക് ആണെങ്കിൽ അതിനെ കോൾ ചെയ്തത് ആരാണോ അതിൻ്റെ അഡ്രസ്സിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പ്രോഗ്രാം നോക്കിയാൽ അറിയാം. ഈ പ്രോഗ്രാം നോക്കിയാൽ നിങ്ങൾക്കറിയാം എ എന്ന് പറയുന്നൊരു മെയിൻ പ്രോഗ്രാം. അതിൽ നിന്ന് പോകുന്ന 2 സബ് പ്രോഗ്രാംസ് ആണ് ഇയും ബിയും. ഇനി ബിയിൽ നിന്ന് പോകുന്ന 2 സബ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ റൂട്ടീൻസ് ആണ് ഡിയും സിയും. ഓക്കെ, ഇപ്പോൾ സ്റ്റാറ്റിക് ലിങ്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞു സ്റ്റാറ്റിക് ലിങ്ക് എങ്ങനെയായിരിക്കും? പേരൻറ്റിലോട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം സിയും ഡിയെ സംബന്ധിച്ച് അതിൻ്റെ പേരൻ്റ് ഏതാണ്? ബി അല്ലേ? കണ്ടോ? അപ്പോൾ സ്റ്റാറ്റിക് ലിങ്ക് കണ്ടോ? സിയും ഡിയും കണ്ടോ? സിയും ഡിയും എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്? ബിയിലോട്ട്. അപ്പം ഇവിടെ നമുക്കറിയാം ഈ സിയും ഡിയുടെയും പേരൻറ്റ് ബി ആണ്. അപ്പോൾ സ്റ്റാറ്റിക് ലിങ്കിൽ പേരൻറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സിയും ഡിയും പേരൻറ്റിലോട്ട് പോയി. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ബിയുടെയും ഇയുടെയും പേരൻ്റാണ് എ. അപ്പോൾ കണ്ടോ, ബിയുടെയും ഇയുടെയും സ്റ്റാറ്റിക് ലിങ്ക് അങ്ങോട്ട് പോയി, എയിലോട്ട് പോയി. നേരെ മറിച്ച് ഡൈനാമിക് ലിങ്കിൽ എങ്ങനെയായിരിക്കും? അതിനെ ആരാണോ കോൾ ചെയ്യുന്നത് അങ്ങോട്ടായിരിക്കും. നിങ്ങൾക്കിവിടെ നോക്കിയാൽ അറിയാം ഇയെ കോൾ ചെയ്യുന്ന ആരാ? തൊട്ട് ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞേ? ഇങ്ങനെയാണ് എൻ്റെ ഫങ്ഷൻ ശരിക്കും പോകുന്നത്, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇ ആരാണ് കോൾ ചെയ്തത്? എ. അപ്പോൾ ഇയുടേത് എയിലോട്ട് വന്നു. ഇനി ബി എ ആരാണ് കോൾ ചെയ്തത്? ഇ. അപ്പോൾ ബി എ ഇ അടുത്തോട്ട്. കണ്ടോ? ഈ സൈഡിലാണ്. ആദ്യം ഇയെ കോൾ ചെയ്തത് എ ആണ്. അപ്പം ഇന്ന് എയിലോട്ട്. ഇനി ബിയോ ഇന്ന്, അപ്പം ബിന്ന് ഇയിലോട്ട്. ഇനി ഡിയോ ബിന്ന്, അപ്പോൾ ഡിന്ന് ബിയിലോട്ട്. സിയോ ഡിന്ന്. അപ്പോൾ ആരാണോ കോൾ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും നമ്മൾ ഡൈനാമിക് ലിങ്ക് കൊടുക്കുന്നത്. സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറയുമ്പോൾ പേരൻറ്റിലോട്ടായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആക്ടിവേഷൻ റെക്കോർഡിൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം കറൻ്റ്ലി ആക്റ്റീവായിട്ടുള്ള സബ് റൂട്ടീൻ്റെ എക്സിക്യൂട്ട് ചെയ്യുന്ന സബ് റൂട്ടീൻ്റെ എല്ലാ ഇൻഫോർമേഷൻസും കീപ്പ് ചെയ്യുന്നത്
ആക്ടിവേഷൻ റെക്കോർഡിലായിരിക്കും. സബ് റൂട്ടീൻ ഫ്രെയിം അഥവാ ആക്ടിവേഷൻ റെക്കോർഡ് എന്തൊക്കെയാണുള്ളത്? ടെമ്പററി സ്റ്റോറേജ്, ലോക്കൽ വേരിയബിൾസ്, ബുക്ക് കീപ്പിംഗ്, റിട്ടേൺ അഡ്രസ്സ്, സബ് റൂട്ടീൻ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺസ്. ഓക്കെ, ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം സ്റ്റാക്കിലിരിക്കുന്ന സബ് റൂട്ടീൻസിനെ, സ്റ്റാക്കിലാണല്ലോ സബ് റൂട്ടീൻസിനെ നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്റ്റാക്കിലിരിക്കുന്ന സബ് റൂട്ടീൻസിനെ കറക്റ്റായിട്ട് കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പെർഫോം ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്സിനെയാണ് നമ്മൾ കോളിംഗ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാക്ക് ലേഔട്ട് പഠിച്ചു, സബ് റൂട്ടീൻ്റെ സ്റ്റാക്ക് ലേഔട്ടും കാര്യങ്ങളും പഠിച്ചു. ഇനി അതിൽ തന്നെ സ്റ്റാക്കിലിരിക്കുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചോണം, സ്റ്റാക്കിലിരിക്കുന്ന സബ് റൂട്ടീൻസിനെ കറക്റ്റായിട്ട് കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പെർഫോം ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്സ്, ഇൻസ്ട്രക്ഷൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോളിംഗ് സീക്വൻസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, കോളിംഗ് സീക്വൻസ് ഈസ് മെയിൻറ്റെയിനിങ് ദ സബ് റൂട്ടീൻ കോൾ സ്റ്റാക്ക്. സ്റ്റാക്കിലിരിക്കുന്ന സബ് റൂട്ടീൻസിനെ കറക്റ്റായിട്ട് കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കോളിംഗ് സീക്വൻസ് യൂസ് ചെയ്യുന്നത്. കോളിംഗ് സീക്വൻസിനകത്ത് മെയിൻലി 3 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് പ്രൊലോഗ്, സെക്കൻഡ് ദ കോഡ് എക്സിക്യൂട്ടഡ് ബൈ ദ കോളർ ഇമ്മീഡിയറ്റ്ലി ബിഫോർ ആൻഡ് ആഫ്റ്റർ എ സബ് റൂട്ടീൻ കോൾ, തേർഡ് എപ്പിലോഗ്, ദ കോഡ് എക്സിക്യൂട്ടഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സബ് റൂട്ടീൻ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവണമെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഞാൻ മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിൽ നിന്നോട്ട് കുറച്ച് ഞാൻ സം എന്ന് പറയുന്ന ഒരു കോൾ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോളർ എന്ന് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ കോൾ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, അപ്പോൾ കോളിംഗ് സീക്വൻസിൽ 3 കമ്പോണൻസ് ആണ്. ഒന്ന് പ്രൊലോഗ്, ദ കോഡ് എക്സിക്യൂട്ടഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സബ് റൂട്ടീൻ. അതായത് ഞാൻ മെയിൻ ഫംഗ്ഷനകത്താണ് സം എന്ന് എഴുതിയത്. അപ്പോൾ ഞാനിങ്ങനെ മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എന്ത് വന്നത്? ഒരു സബ് റൂട്ടീൻ കോൾ വന്നത്. അപ്പോൾ ആ സബ് റൂട്ടീൻ കോളിലോട്ട് ഉടനെ അങ്ങ് പോകത്തില്ല. അതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്യും? ദ കോഡ് എക്സിക്യൂട്ടഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സബ് റൂട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു സബ് റൂട്ടീൻ റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കോഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ദ കോഡ് എക്സിക്യൂട്ടഡ് ബിഫോർ ദ ബിഗിനിങ് ഓഫ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സബ് റൂട്ടീൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതാണ് നമ്മൾ പ്രൊലോഗിൽ വരുന്നത്. അവിടെ സബ് റൂട്ടിനായിട്ടൊരു ബന്ധമില്ല. സബ് റൂട്ടിന് എക്സിക്യൂഷന് സ്റ്റാർട്ടിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനാണ് നമ്മൾ പ്രൊലോഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ്, ശരിക്കും ഇങ്ങനെയാണ് എൻ്റെ ഓപ്ഷൻ പോകുന്നത്. 1, ഇത് 2, ഇത് 3, ഇങ്ങനെയാണ്. ഇതാണ് 3 കമ്പോണൻസ്. ഓക്കെ, 2 എന്താണ്? ദ കോഡ് എക്സിക്യൂട്ടഡ് ബൈ ദ കോളർ ഇമ്മീഡിയറ്റ്ലി ബിഫോർ ആൻഡ് ആഫ്റ്റർ സബ് റൂട്ടീൻ കോൾ. ഇനി എന്ത് ചെയ്യും? ആ സബ് റൂട്ടീൻ്റെ കോഡുകൾ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. 3 എന്താണ്? കോഡ് എക്സിക്യൂട്ട് ചെയ്ത് എൻഡ് ഓഫ് ദ സബ് റൂട്ടീൻ. മൂന്നാമത്തെ എന്താണ്? ആ സബ് റൂട്ടീൻ കറക്റ്റായിട്ട് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് എൻഡ് ആവുന്നത്. ഓക്കെ, ഇങ്ങനെ 3 പാർട്ടാണ് ഒരു കോളിംഗ് സീക്വൻസിനകത്ത് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ദാണ്ട് ഇവിടെ ഫൂ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ, അതിൻ്റെ കോളിംഗ് സീക്വൻസ് എഴുതി വെക്കും. അപ്പം അങ്ങനെ ഒരു ഫംഗ്ഷൻ വിളിക്കുന്ന ഉടനെ ആദ്യമേ അതങ്ങ് ബോഡി ഓഫ് ഫൂ അല്ല എക്സിക്യൂട്ട്. നമ്മൾ സാധാരണ പറയുമ്പോൾ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ബോഡി അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ല, നമ്മളിവിടെ എങ്ങനെയാണ് പറയുന്നത്? കോളിംഗ് സീക്വൻസ് എന്ന് പറയുന്നത്, ഫൂൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ പ്രൊലോഗ് എടുക്കും. പ്രൊലോഗ് കോഡ്, അതായത് ഇതിന് ബിഗിനിങ് മുമ്പായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഫൂ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ദെൻ എപ്പിലോഗ് എന്ന് വെച്ചാൽ എൻഡ് ഓഫ് ദ സബ് റൂട്ടീൻ. ഓക്കെ, ഇത് ബിഗിനിങ്ങിന് മുമ്പായിട്ട് ഇത് അതിൻ്റെ കറക്റ്റ് എക്സിക്യൂഷൻ, ഇത് എൻഡ് ഓഫ് ദ എക്സിക്യൂഷൻ. ഇതാണ് 3 കോളിംഗ് സീക്വൻസിലെ 3 കമ്പോണൻസ്. കോളിംഗ് സീക്വൻസ് ഈസ് യൂസ് ടു റെഫർ ദ കമ്പൈൻഡ് ഓപ്പറേഷൻസ് ഓഫ് കോളർ, ദ പ്രൊലോഗ് ആൻഡ് ദ എപ്പിലോഗ്. ഈ 3 എണ്ണത്തിൻ്റെയും കൂടെ കമ്പൈൻഡ് ഓപ്പറേഷനാണ് നമ്മൾ കോളിംഗ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സബ് റൂട്ടീനിൻ്റെ, അതായത് സ്റ്റാക്കിനകത്ത് സബ് റൂട്ടീനെ വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് കറക്റ്റായിട്ട് കോൾ ചെയ്യുന്ന മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം എന്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്? കോളിംഗ് സീക്വൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി. അതാണ് നമ്മൾ പറഞ്ഞത്, സ്റ്റാക്കിലിരിക്കുന്ന സബ് റൂട്ടീൻസിനെ കറക്റ്റായിട്ട് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഈ കോളിംഗ് സീക്വൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. 3 കമ്പോണൻസ് ആയിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ആദ്യം പ്രൊലോഗ്, ദെൻ അതിൻ്റെ എക്സിക്യൂഷൻ, ദെൻ അതിൻ്റെ എപ്പിലോഗ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞേക്കുവാണ്. അതായത് ഇത് ശരിക്കും പ്രൊലോഗിൽ നടക്കുന്ന, പ്രൊലോഗ് എന്ന് പറയുന്ന കമ്പോണൻസിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കിയേ? പാസ് പാരാമീറ്റേഴ്സ്, അതായത് കോൾ ചെയ്യുന്ന സമയത്ത് ആദ്യം അതിലുള്ള പാരാമീറ്റേഴ്സിനെല്ലാം പാസ് ചെയ്യണം. റിട്ടേൺ അഡ്രസ്സ് സേവ് ചെയ്യണം. പ്രോഗ്രാം കൗണ്ടർ ചേഞ്ച് ചെയ്യണം. സ്റ്റാക്ക് പോയിൻറ്റർ ചേഞ്ച് ചെയ്യണം. ഓവർ റിട്ടേൺ ചെയ്യുന്ന രജിസ്റ്റേഴ്സിനെല്ലാം സേവ് ചെയ്യണം. ഫ്രെയിം പോയിൻറ്റർ പുതിയ ഫ്രെയിമിലേക്ക് എടുത്തു വെക്കണം.
ഇനിഷ്യലൈസിങ് കോഡ് ഫോർ ന്യൂ ഒബ്ജക്ട്സ് ഇൻ ദ ന്യൂ ഫ്രെയിം. ഇത്രയും സാധനങ്ങളാണ് ഓൺ ദ വേ ഇൻ. ദാറ്റ് മീൻസ് പ്രൊലോഗ് എന്ന് പറയുന്ന സെക്ഷനിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, സബ് റൂട്ടീൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇനി എൻഡ് ചെയ്യാൻ നേരം എന്തൊക്കെ ചെയ്യണം? ഇപ്പോൾ ആ സബ് റൂട്ടീൻ എൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന് റിസൾട്ട് കിട്ടും, അത് സേവ് ചെയ്യണം. അതുപോലെ തന്നെ തിരിച്ചു പോകേണ്ട അഡ്രസ്സ് ഉണ്ട്, അതിലോട്ട് തിരിച്ചു പോകണം. ഇതിൻ്റെ ഈ അലോക്കേറ്റ് ചെയ്തതെല്ലാം ഡി അലോക്കേറ്റ് ചെയ്യണം. അതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, പാസിംഗ് റിട്ടേൺ പാരാമീറ്റേഴ്സ് ഓർ വാല്യൂസ്, executing finalization code for local objects, deallocating the stack frame, restoring registers and restoring the program counter PC. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പ് അലോക്കേറ്റ് ചെയ്തെല്ലാം എന്ത് ചെയ്യണം? ഡീഅലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ. ഇതിൽ ശരിക്കും എന്താ അപ്പോൾ നടക്കുന്നത്? ഇത് പ്രൊലോഗും ഇത് എപ്പിലോഗും. കണ്ടോ? അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കാണ്. ഇനി ടിപ്പിക്കൽ കോളിംഗ് സീക്വൻസിൻ്റെ ഒരു ഫിഗറാണ് കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കളർ ഫംഗ്ഷൻ. അപ്പം പ്രീവിയസ്ലി കോളിംഗ് ഫ്രെയിം നേരത്തെ നമ്മൾ ചെയ്തത്. അപ്പോൾ ആ കളർ ഫംഗ്ഷനെ എടുത്ത് നമ്മൾ ഒരു സ്റ്റാക്കിൻ്റെ അടുത്തോട് സേവ് ചെയ്ത് വെച്ചു. ഇനി ഇത് കറണ്ട് ഫ്രെയിം, അതായത് ഇവിടെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനൊരു സബ് റൂട്ടീൻ കോൾ വന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? അതിനെടുത്ത് പഴയതിനെടുത്ത് ഫ്രെയിമിലോട്ട് വെച്ചിട്ട് കറണ്ട് ഫ്രെയിമിലെ കാര്യങ്ങൾ അതിനകത്ത് നമ്മുടെ മുമ്പേ പറഞ്ഞ ടെമ്പററി വാല്യൂസും. അപ്പോൾ ഈ കറണ്ട് ഫ്രെയിം ഇതായതുകൊണ്ട് ഇവിടെ ആയിരിക്കും ആക്ടിവേഷൻ റെക്കോർഡ് ഉള്ളത്. എന്തൊക്കെ കാണും? അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ്, ടെമ്പററീസ്, ലോക്കൽ വേരിയബിൾസ്, സേവ്ഡ് രജിസ്റ്റേഴ്സ്, സേവ്ഡ് ഫ്രെയിം പോയിൻറ്റർ, അതെല്ലാം കാണും. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു സ്റ്റാക്കിലെ ഫ്രെയിം, അതിൻ്റെ ഒരു ടിപ്പിക്കൽ സ്റ്റാക്ക് ഫ്രെയിം എങ്ങനെയായിരിക്കും, അതിലെങ്ങനെയാണ് ചെയ്യുന്നത്, കോളിംഗ് സീക്വൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി കോളറിലെ ആർഗ്യുമെൻറ്റ്സിനെല്ലാം എടുത്ത് സേവ് ചെയ്ത് വെക്കും, അതിൻ്റെ റിട്ടേൺ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം. ബാക്കി കറണ്ട് ഫ്രെയിം ആയിരിക്കും അതിൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ കാണുന്നത്. ഡയറക്ഷൻ ഓഫ് സ്റ്റാക്ക് ഗ്രോത്തും ലോവറിൽ നിന്ന് അപ്പറിലോട്ടായിരിക്കും. ഓക്കെ, വാട്ട് നീഡ്സ് ടു ബി ഡൺ ഇൻ ദ കോളിംഗ് സീക്വൻസ്. ഒരു കോളിംഗ് സീക്വൻസിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് പോയിൻറ്റ്സ് ആക്കി പറഞ്ഞേക്കുന്നുള്ളൂ. ബിഫോർ ദ സബ് റൂട്ടീൻ കോഡ് ക്യാൻ ബി എക്സിക്യൂട്ട്. ഒരു സബ് റൂട്ടീൻ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ഒരു സബ് റൂട്ടീൻ ഫ്രെയിം സെറ്റപ്പ് ചെയ്യണം. അതിലോട്ട് പാരാമീറ്റേഴ്സ് എല്ലാം പാസ് ചെയ്യണം, റിട്ടേൺ അഡ്രസ്സ് സേവ് ചെയ്യണം, രജിസ്റ്റേഴ്സ് സേവ് ചെയ്യണം, സ്റ്റാക്ക് പോയിൻറ്ററും ഫ്രെയിം പോയിൻറ്ററും ചേഞ്ച് ചെയ്യണം, പ്രോഗ്രാം കൗണ്ടർ ചേഞ്ച് ചെയ്യണം, ഇനിഷ്യലൈസേഷൻ കോഡൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം. അതായത് നമ്മൾ മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവർ വേറൊരു രീതിയിൽ ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞ ഈ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ ഒന്നുകൂടെ പറഞ്ഞത്. അതായത് ഒരു സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം അതിൻ്റെ ഒരു ഫ്രെയിം വെക്കണം, പിന്നെ പാരാമീറ്റേഴ്സിനെല്ലാം പാസ് ചെയ്യണം. അതായത് നമ്മൾ ആക്ച്വൽ ആണെങ്കിൽ അതിനെ ഫോർമൽ പാരാമീറ്റേഴ്സിലോട്ട് മാറ്റണം. അപ്പം അതിൻ്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണോ അതെല്ലാം പാസ് ചെയ്ത് കൊടുക്കണം. എങ്ങോട്ട് ഈ സബ് റൂട്ടീൻ റിട്ടേൺ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണോ റിട്ടേൺ ചെല്ലേണ്ടത് ആ റിട്ടേൺ അഡ്രസ്സ് കൊടുക്കണം. ഇല്ലെങ്കിൽ ആ സബ് റൂട്ടീൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്നാൽ മതിയോ? ഇത് ഏതോ ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മെയിനിൽ നിന്നാണ് സം വിളിക്കുന്നതെങ്കിൽ ആ മെയിൻ ഫംഗ്ഷൻ സസ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചത് പോകണം. അപ്പോൾ ആ റിട്ടേൺ അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ആ മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട്സ് സേവ് ചെയ്തതിലും രജിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്യാം. പിന്നെ സ്റ്റാക്ക് പോയിൻറ്റും ഫ്രെയിം പോയിൻറ്ററും ചേഞ്ച് ചെയ്യാം, പ്രോഗ്രാം കൗണ്ടർ ചേഞ്ച് ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യണം. ഓക്കെ, ഇനി ഇതിപ്പോൾ എക്സിക്യൂഷന് മുമ്പുള്ള കാര്യമാണേ. ഇനി ആഫ്റ്റർ ദ സബ് റൂട്ടീൻ കോഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും അങ്ങനെയാണ്. സ്റ്റാക്ക് ഫ്രെയിമിലോട്ട് എടുത്ത് വെച്ച സാധനം എല്ലാം എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. റിട്ടേൺ റിസൾട്ടിനെ പാസ് ചെയ്യണം. പിന്നെ അലോക്കേറ്റ് ചെയ്തതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആ രജിസ്റ്റേഴ്സിനായാലും ഫ്രെയിമിനായാലും നമ്മൾ കൊടുത്ത സ്പേസും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യണം. ഇതിൽ ചില ഓപ്പറേഷൻസ് കോളറാണ് ചെയ്യുന്നത്, ചിലത് കോളറും കോളിയും കൂടെ കമ്പൈൻ ചെയ്തായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ തന്നെ കോളർ ചെയ്യുന്ന കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയേക്കുവാണ്. കോളർ സേവ്, അത് കോളറിൻ്റെ രജിസ്റ്റർ വാല്യൂസും കാര്യങ്ങളും എല്ലാം കോൾ ചെയ്തതിന് ശേഷം വേണമല്ലോ. അപ്പോൾ അതെല്ലാം സേവ് ചെയ്ത് വെക്കും. ആർഗ്യുമെൻറ്റ്സിൻ്റെ വാല്യൂസ് എല്ലാം കമ്പ്യൂട്ട് ചെയ്തിട്ട് അത് രജിസ്റ്റേഴ്സിലേക്ക് സേവ് ചെയ്യും. സ്റ്റാറ്റിക് ലിങ്ക് എല്ലാം കമ്പ്യൂട്ട് ചെയ്ത് വെക്കും. ഓക്കെ, പിന്നെ ജമ്പ്, അതായത് റിട്ടേൺ ചെയ്ത് വരട്ടെ. ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിന്നുകൊണ്ടാണ് ഞാൻ സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്.
അപ്പോൾ ഇതാണ് കോളർ. അപ്പോൾ ഇവിടെ ഈ സബ് റൂട്ടീനെ വിളിച്ച ഉടനെ ഇതിന് വേണ്ടിയിട്ട് സ്റ്റാക്കിൽ ഫ്രെയിം പോയിന്ററും കാര്യങ്ങളും അതും ഇതും എല്ലാം സെറ്റ് ചെയ്തെല്ലാം വെച്ചു. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വരണ്ടേ. അപ്പോൾ ഈ കോളർ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കണം. എന്താണ് ഈ കോളർ എന്ത് ചെയ്യണം? ഈ ഇവിടെ കുറച്ച് ഫങ്ഷൻ, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെച്ചോ, സ്റ്റേറ്റ്മെൻറ്റ്സും ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ച് പാർട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിലോട്ട് വരേണ്ട റിട്ടേൺ അഡ്രസ്സ് ഇത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് വരാനുള്ള റിട്ടേൺ അഡ്രസ്സ് ഇത് സേവ് ചെയ്യണം. ഈ കോളർ സേവ് ചെയ്യണം, റിട്ടേൺ അഡ്രസ്സ് സേവ് ചെയ്യണം. രണ്ട്, ഈ വാല്യൂസൊക്കെ ഇവിടെ ഉള്ള എന്തെങ്കിലും ടെമ്പററി വാല്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി രജിസ്റ്റേഴ്സിലോട്ട് സേവ് ചെയ്യണം. ഇതിൻ്റെ സ്റ്റാറ്റിക് ലിങ്ക്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇത് കമ്പ്യൂട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. അതുപോലെ തന്നെ റിട്ടേൺ ചെയ്ത് വരുമ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റിലോട്ടാണോ അത് ഏത് അഡ്രസ്സിലോട്ടാണോ അത് റിട്ടേൺ ചെയ്ത് വരേണ്ടത് അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിനകത്ത് സ്പെസിഫൈ ചെയ്യണം. ഇതെല്ലാം കോളറുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ പ്രൊലോഗിൽ കോളി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്, പ്രൊലോഗിൽ കോളി ഫംഗ്ഷൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോളി എന്ന് വെച്ചാൽ നമ്മൾ മെയിനിൽ നിന്നുകൊണ്ട് സമ്മ് വിളിച്ചെങ്കിൽ ആ സമ്മിനെയാണ് നമ്മൾ കോളി എന്ന് പറയുന്നത്. കോളി എന്ത് ചെയ്യും? അതിന് പിന്നെ ഒരു ഫ്രെയിം അലോക്കേറ്റ് ആവും. ഓൾഡ് ഫ്രെയിമിനെ സേവ്സ് ദ ഓൾഡ് ഫ്രെയിം പോയിൻ്റർ ഉണ്ട് സ്റ്റാക്ക് ആൻഡ് അസൈൻ ഒരു ന്യൂ വാല്യൂ ആൻഡ് അസൈൻ ചെയ്യും. പിന്നെ രജിസ്റ്റേഴ്സ് എല്ലാം പുതിയ അപ്പോൾ ഒരു സബ് റൂട്ടീനെ വിളിച്ച് കഴിയുമ്പോൾ പ്രൊലോഗ് എന്താ ചെയ്യുന്നത്? അതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം തന്നെ, വാല്യൂസ് എല്ലാം റിട്ടേൺ ചെയ്യും, ഫ്രെയിം പോയിൻ്ററും സ്റ്റാക്ക് പോയിൻ്ററും ഒക്കെ റീസ്റ്റോർ ചെയ്യും, റിട്ടേൺ അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യും, രജിസ്റ്റേഴ്സ് പിന്നെ അതിൻ്റെ വാല്യൂസ് എല്ലാം മാറ്റി അതെല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? അതെല്ലാം റീസ്റ്റോർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. ഒരു സബ് റൂട്ടീനെ കോൾ ചെയ്യുന്ന സമയത്ത് എവിടെ നിന്നാണോ കോൾ ചെയ്തത് അതിൻ്റെ മെയിൻ ഫംഗ്ഷനെ അല്ലെങ്കിൽ കോളർ ഫംഗ്ഷനെ അത് സസ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കോളിംഗ് സീക്വൻസ് എപ്പോഴും 3 രീതിയിലായിരിക്കും. ആദ്യം പ്രൊലോഗ്, അത് എക്സിക്യൂഷന് മുമ്പായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കും. പിന്നെ അതിൻ്റെ ഓപ്പറേഷൻസ് കറക്റ്റ് സബ് റൂട്ടീനിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നടക്കും. പിന്നെ എക്സിക്യൂഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങൾ നടക്കും. അത് ആണിവിടെ പല രീതിയിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻലൈൻ എക്സ്പാൻഷൻ. നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു ഇൻലൈൻ ഫങ്ഷൻസ് നമ്മൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ചില അല്ലെങ്കിൽ ഇപ്പോൾ ഒട്ടുമിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും സബ് റൂട്ടീൻസിനെ ഇൻലൈനായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പ്രോഗ്രാമർക്ക് പ്രോഗ്രാമിൽ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റും. സബ് റൂട്ടീൻസിനെ ഇൻലൈനായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ കേസിലൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ കോളർ ഫംഗ്ഷനിലോട്ട് അതിൻ്റെ കൺട്രോൾ പോയി അവിടെ അത് എക്സിക്യൂട്ട് ചെയ്ത് ആ റിട്ടേൺ കൊടുക്കുന്ന എങ്ങോട്ടാണോ അത് തിരിച്ചു വന്ന് അങ്ങനെയാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റാക്കും ഈ പറഞ്ഞ ഫ്രെയിം പോയിൻ്ററും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നത് അല്ലേ. ഇപ്പോൾ ഞാനിപ്പം ഒരു മെയിൻ ഫംഗ്ഷൻ നിൽക്കുവാണ്, അതിൽ നിന്നുകൊണ്ട് ഞാൻ സമ്മെന്ന് പറയുന്നൊരു ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ ഈ കോൾ ചെയ്ത് എവിടെയെങ്കിലും പോയി ഇതെവിടെയെങ്കിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം മെയിൻ ഫംഗ്ഷൻ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ടുള്ള കൺട്രോൾ ഇങ്ങോട്ട് പോയി ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് റിട്ടേൺ കൊടുത്തുനിന്ന് ഇങ്ങോട്ട് വന്നു, എന്നിട്ടായിരിക്കും ഇവിടെ പ്രിൻ്റ് ആവുന്ന റിസൾട്ട്. അപ്പോൾ സ്റ്റാക്കും അവിടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിന് പകരമായിട്ട് ആ പർട്ടിക്കുലർ സബ് റൂട്ടീനെ റീപ്ലേസ് ചെയ്ത്, അത് ഞാൻ ഇപ്പോൾ സമ്മെന്ന് പറയുന്നൊരു ഫംഗ്ഷനെ കോൾ ചെയ്തെങ്കിൽ സമ്മ് എവിടെയോ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ഡയറക്റ്റ് അവിടെ പോയി അത് എക്സിക്യൂട്ട് ചെയ്യാണ്ട് ആ ഒരു പർട്ടിക്കുലർ സബ് റൂട്ടീൻ്റെ ബോഡിയെ നമ്മൾ എവിടെയാണോ ഇത് കോൾ ചെയ്യുന്നത് അവിടെ കൊണ്ടുവന്നങ്ങ് പേസ്റ്റ് ചെയ്ത് അവിടെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട അവിടെ സ്റ്റാക്കോ ഫ്രെയിം പോയിൻ്ററോ ഒന്നും നമുക്ക് വേണ്ടി വരുന്നില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. In some languages, programmers can actually flag routines that should be expanded inline. Stack overhead is avoided. അതായത് നമ്മൾ സാധാരണ കേസിലാണെങ്കിൽ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾ ചെയ്ത ഫംഗ്ഷനിലോട്ട് അതിൻ്റെ കൺട്രോൾ പോയി അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ചായിരിക്കും ആ കോൾ ചെയ്ത് എവിടെ നിന്നാണോ കോൾ ചെയ്ത് അങ്ങോട്ട് തിരിച്ചു പോയി പിന്നെ എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ സ്റ്റാക്കും ഫ്രെയിം പോയിൻ്ററും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണ്ടി വരും. നേരെ മറിച്ച് ആ ഒരു പർട്ടിക്കുലർ സബ് റൂട്ടീനെ അവിടെ കോൾ ചെയ്യുന്നത് അവിടെ കോൾ ചെയ്യാണ്ട് എപ്പോഴൊക്കെയാണോ നമുക്ക് ആ ഒരു സബ് റൂട്ടീൻ്റെ ആവശ്യം വരുന്നത് അതിൻ്റെ ബോഡീനെ നമ്മൾ വേണ്ടുന്നിടത്തെല്ലാം അന്നേരം തന്നെ പേസ്റ്റ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ഇറ്റ് ഈസ് ലൈക്ക് സിമിലർ ടു മാക്രോ. നിങ്ങൾ മാക്രോ എന്ന് പറയുന്ന ഒരു മെക്കാനിസം, ഒരു കോൺസെപ്റ്റ് പഠിച്ച് കാണാം. അതാണ് ശരിക്കും ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ C++ലും C99 എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഒക്കെ നമ്മൾ ഇൻലൈൻ ഫങ്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കീവേഡാണ് ഇൻലൈൻ.
ഇത് റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് മാക്സ് എന്നുള്ളത് അവിടുത്തെ ഫംഗ്ഷൻ്റെ പേര് ഇൻറ്റ് എ കൊമ ഇൻറ്റ് ബി. ഇതെന്താണ്? ഇതിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഈ ഇൻലൈൻ കൊടുത്താൽ അതിനെ നമ്മളിതിന് ഇതിനൊരു സാധാ ഫംഗ്ഷൻ ഇതിനെ ഇപ്പോൾ ഇതൊരു സാധാ ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്തില്ല, ഇതിനൊരു ഇൻലൈൻ ഫംഗ്ഷനായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇതിനൊരു നോർമൽ ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യത്തില്ല, ഇതിന് എന്തായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്? ഒരു ഇൻലൈൻ ഫംഗ്ഷനായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇൻലൈൻ ഫംഗ്ഷനായിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് കീവേഡ് യൂസ് ചെയ്യണം? നമ്മൾ ഇന്നിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇതില്ലായിരുന്നു വെച്ചോ, ഇതില്ലാതായിരുന്നെങ്കിൽ ഇത് സാധാ ഒരു ഫംഗ്ഷനായിരുന്നു. ഇവിടെ ഇൻലൈൻ കൊടുക്കുമ്പോൾ ഇതെന്തായി മാറിയും? ഇതൊരു നോർമൽ ഫംഗ്ഷനായിട്ട് പിന്നെ കൺസിഡർ ചെയ്തത് ഇതൊരു ഇൻലൈൻ ഫംഗ്ഷനായി മാറും. ഇവിടെ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ എവിടെയെങ്കിലും പ്രോഗ്രാമിൽ ഇൻലൈൻ ഇൻറ്റ് മാക്സ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്, എവിടെയൊക്കെയാണോ ഈ ഫംഗ്ഷൻ വരുന്നത് അവിടെയെല്ലാം അതുണ്ട്. അതിന് താഴെ കണ്ടോ അങ്ങനെ വന്നാൽ ഇതാണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതിവിടെ പോയി അങ്ങ് പേസ്റ്റായി ഇതങ്ങ് എക്സിക്യൂട്ട് ആയിക്കോളും. അപ്പോൾ നമുക്കവിടെ സ്റ്റാക്ക് പോയിൻ്ററോ ഫ്രെയിം പോയിൻ്ററും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വേണ്ട. എവിടെയൊക്കെയാണോ ഇൻലൈൻ ഇൻറ്റ് മാക്സ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി എന്ന് വെച്ചാൽ മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻലൈനാണ്. അത് എവിടെയൊക്കെ ഇനി ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം എന്ത് ചെയ്യും? അതിനോട് അവിടെ എന്താണ് പറഞ്ഞത്? റിട്ടേൺ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ അല്ലെങ്കിൽ ബി എന്നുള്ള ആ ഒരു കോഡ് എവിടെയൊക്കെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നോ അവിടെ എല്ലാം മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെയൊക്കെ കോൾ ചെയ്ത് വരുന്നുണ്ടോ അവിടെ എല്ലാം പോയി ഇത് പേസ്റ്റ് ചെയ്ത് എക്സിക്യൂട്ട് ആയിക്കോളും. അപ്പം ഇതിനാണ് നമ്മൾ ഇൻലൈൻ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി അടയിലും ഈ ഒരു ഫീച്ചറുണ്ട്, പക്ഷേ ഇത്തിരി ഒരു വ്യത്യാസമുണ്ട്. അവിടെ നമ്മൾ സാധാ ഇവിടെ ഇൻലൈൻ അല്ലേ സിയിലൊക്കെ, പക്ഷേ C++ലൊക്കെ നമ്മൾ അടയിലാണെങ്കിൽ കീവേഡ് പ്രാഗ്മ ഇൻലൈൻ എന്നായിരിക്കും. എന്താണ്? പ്രാഗ്മ ഇൻലൈൻ എന്നുള്ളതായിരിക്കും ആ ഫംഗ്ഷൻ്റെ കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് മെയിൻലി ഉള്ളത്. അപ്പോൾ നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പഠിച്ചത് സബ് റൂട്ടീൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിച്ചു. സബ് റൂട്ടീൻസ് ഒരു 3 മാർക്സിന് ചോദിച്ചാൽ സബ് റൂട്ടീൻസിൻ്റെ കാര്യങ്ങളെല്ലാം പറയാം. ദെൻ 2 സ്റ്റോറേജ് ലേഔട്ട് പഠിച്ചു, മെമ്മറി ലേഔട്ട് പഠിച്ചു, അല്ലെങ്കിൽ സ്റ്റോറേജ് ലേഔട്ട് പഠിച്ചു, സ്റ്റാക്ക് ലേഔട്ട് ആൻഡ് കോൾ സീക്വൻസസ്. ഇത് രണ്ടുമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് പാരാമീറ്റർ പാസിംഗ്, ദെൻ കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞത്. അതൊക്കെ നിങ്ങൾ ഓൾറെഡി സിയിൽ പഠിച്ചതാണ്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിനെ വെച്ച് നോക്കുമ്പോൾ അത്ര ലെങ്തി അല്ല, കുറച്ച് ടോപ്പിക്സും കൂടെ ഇതിനകത്ത് വരുന്നുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.